ഉരുത്തിരിയുന്ന ദൈവവിളി അനുഭവങ്ങൾ തേടിയുള്ള ഗ്രീൻ റൂമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ നസ്രത്തിൽ സെൻറ്റ് ആഗ്നസ് കോൺവെന്റിലാണ്. ഇവർ OHFS കോൺഗ്രിഗേഷനിൽ പെട്ടവരാണ്, അതായത് ഒബ്ലേറ്റ് ഹോസ്പിറ്റലാർ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ. പ്രിയമുള്ളവർ, ഈ കോൺഗ്രിഗേഷന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ കോൺഗ്രിഗേഷന്റെ ഫൗണ്ടറാണ് നഴ്സിംഗ് ലോകത്തിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇന്ന് പതിവ് പോലെ തന്നെ ഏതാനും സിസ്റ്റേഴ്സ് നമ്മോടൊപ്പം ചേരും. അതോടൊപ്പം തന്നെ ഒരു മാതാപിതാക്കൾ നമ്മോടൊപ്പം ചേരും. ഈ മാതാപിതാക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ 3 മക്കളെയും അവർ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, നമ്മോടൊപ്പം ആദ്യം ചേരുന്നത് ഈ ഹൗസിലെ മദർ സിസ്റ്റർ മെറ്റിൽഡയാണ്. സിസ്റ്ററിന് നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ സഭയുടെ കാരിസവും അതുപോലെ തന്നെ ഈ കോൺഗ്രിഗേഷൻ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഈ നാടിന് വേണ്ടി ചെയ്ത ഒരുപാട് സേവനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനുണ്ട്. തീർച്ചയായും നമുക്ക് ആദ്യം സിസ്റ്ററിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഞാൻ സിസ്റ്റർ മെറ്റിൽഡ, വീട് അരുക്കുറ്റിയിലാണ്, കൊച്ചി രൂപതയാണ്. ഞാൻ 6 മക്കളിൽ മൂത്ത മകളാണ്. അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചിയുണ്ട്. ബാക്കി സഹോദരങ്ങളൊക്കെ മാരീഡാണ്, അവർ സെറ്റിൽഡായി. ഞാൻ 92-ലാണ് കോൺഗ്രിഗേഷനിൽ ചേർന്നത്, സെയിൻറ്റ് ആഗ്നസിലോട്ട് വരുന്നത്. 98-ലാണ് സിസ്റ്റർ ആകുന്നത്. സിസ്റ്റർ ഈ ഹൗസിനെ പറ്റിയും ഈ കോൺഗ്രിഗേഷനെ പറ്റിയൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ? ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ 850 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായതാണ്. ഒരു 1223 കാലഘട്ടത്തിൽ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ കാലത്താണ്. ഞങ്ങളുടെ മോണത്തേസയാണ് ഞങ്ങളുടെ ഫൗണ്ടറസ്. അപ്പോൾ മോണത്തേസ ഇങ്ങനെ തെരുവുകളിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് രോഗികളെയൊക്കെ കണ്ട് അങ്ങനെയാണ് ഒരു പ്രചോദനം കിട്ടുന്നത് ഇങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങാനായിട്ട്, രോഗി ശുശ്രൂഷകളിലൂടെയൊക്കെ. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ക്യാരിസം എന്ന് പറയുന്നത് തന്നെ അസിസ്റ്റൻസ് ഓഫ് ദ സിക്കാണ്. ഐ വാസ് സിക്ക്, യു വിസിറ്റഡ് മീ. അതാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ആ ഒരു ദൈവവചനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഫൗണ്ടറസ് ഇങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങുന്നത്. അന്നത്തെ കാലത്ത് ഡാൻ്റെയൊക്കെയുടെ സമയത്തൊക്കെ ഒരു പോൾക്കോപ്പുറത്തിനേരി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മോള നോക്കാനായിട്ട് ഒരു സെർവൻ്റായിട്ട് ജോലി ചെയ്യണ സമയത്ത് അവരുമായിട്ട് ഇങ്ങനെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഒരു സവാരി ചെയ്യുമായിരുന്നു. അപ്പോൾ വഴിയരികളിലൊക്കെ ഒരുപാട് രോഗികളും അവസരമായിട്ടുള്ള ആളുകാരെയൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിന് ഭയങ്കര വിഷമം തോന്നണം, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു ആതുര ശുശ്രൂഷ രംഗത്തേക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ സഭാസ്ഥാപക ഇറങ്ങി പുറപ്പെടുകയും അതിനുശേഷം പുള്ളിക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാനായിട്ട്. പിന്നെ ഈ പോൾക്കോപ്പുരത്തിനേരി എന്ന് പറഞ്ഞ വലിയ ധനാഢ്യനായ മനുഷ്യൻ്റെ കാരുണ്യം കൊണ്ട് അവരുടെ വീടുമുറ്റത്ത് തന്നെ ഒരു ചെറിയ സ്ഥലം ഒരുക്കി കൊടുക്കുകയാണ്. അവിടെ ആദ്യം 1 രോഗീനെ 2 രോഗീനെയൊക്കെ, കുഷ്ഠരോഗികളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ, അവരെയൊക്കെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് അവരുടെ മുറിവുകളൊക്കെ ഉണക്കി അങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. കുറച്ച് ഇങ്ങനെ രോഗി ശുശ്രൂഷിക്കണം, അങ്ങനെ ഒരുപാട് രോഗികൾ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങി. അമ്മയെ കൊണ്ട് സാധിക്കുന്ന വിധം എല്ലാം ചെയ്ത് എപ്പോഴും കാണുന്നത് ഈശോൻ്റെ ആ ഒരു ദേവാലയമായിട്ടാണ് ശുശ്രൂഷ രംഗം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അൽത്താരയാണ്, എൻ്റെ രോഗിയുടെ കിടക്ക ഒരു അൽത്താരയാണെന്നും രോഗി ഈശോയാണെന്നും കണ്ടുകൊണ്ട് ആതുര സേവനം തുടങ്ങിയ അമ്മയാണ്. അതിനുശേഷം ഓരോ പെൺകുട്ടികളും അമ്മയോടുകൂടെ ചേർന്ന് ആതുര ശുശ്രൂഷ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാനുള്ള അനുമതി കിട്ടി തുടങ്ങുകയോ ഒക്കെ ചെയ്ത് ഒരു പൊന്തിഫിക്കൽ സഭയാണ് ഞങ്ങളുടെ സന്യാസ സഭ. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് ഒബ്ലേറ്റ് ഹോസ്പിറ്റൽ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ ഫ്ലോറൻസിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. സാന്താ മരിയ നോവ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് ആദ്യം ഞങ്ങളുടെ അമ്മ സ്ഥാപിച്ച സഭ. പിന്നെ ഒരു സെമി ക്ലോയിസ്റ്റേർഡ് ലൈഫായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. പുറത്തുള്ള ആളുകളുമായിട്ട് അധികം അങ്ങനെ ബന്ധപ്പെടലില്ല. രോഗികളെ നോക്കുക, പ്രാർത്ഥന, ദിവ്യകാരുണ്യ ആരാധന, പരിശുദ്ധ കുർബാന, ഇതൊക്കെയായിരുന്നു അമ്മയുടെ മുഖ്യമായ ആ ഒരു ആത്മീയ ജീവിതം. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുപാട് ഫോളോവേഴ്സ്. നോക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, സിസ്റ്റർ ഒരു നേഴ്സ് അല്ലേ? അതെ, ഞാൻ നേഴ്സാണ്. അപ്പൊ സിസ്റ്റർ ഇവിടെ ഇത് സ്ഥാപിതമായിട്ട് എത്ര നാളായി? ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റി സ്ഥാപിതമായിട്ട് 40 വർഷം കഴിഞ്ഞ്. ഇപ്പോൾ
ഇറ്റലിയിൽ നിന്ന് ഫ്ലോറൻസിൽ നിന്നുണ്ട്. ഇറ്റാലിയൻ സിസ്റ്റേഴ്സാണ് ആദ്യമായിട്ട് ഇവിടെ കൊച്ചി രൂപതയിൽ വന്നത്. അന്നുണ്ടായിരുന്ന കൊച്ചി രൂപത ജോസഫ് കുരീത്ര പിതാവ് ഞങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ സ്വാഗതം ചെയ്ത് ഈ ഒരു രൂപതയിൽ ഞങ്ങളുടെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിച്ച്. അപ്പോൾ ഒരുപാട് ശോകമായിട്ട് കിടന്ന ഒരു സ്ഥലമാണിത്, ചതുപ്പ് നിലമായിരുന്നു. പക്ഷെ പിതാവിനെന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ദൈവം ഉത്ബോധിപ്പിച്ച ഒരു പ്രതീക്ഷ, ഇവിടെ ഞങ്ങളുടെ ഒരു സ്ഥാപനം വേണമെന്നും ഇങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കണമെന്നും. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഇറ്റാലിയൻ സിസ്റ്റേഴ്സർക്ക് ഭാഷ അറിയില്ല, അവരുടെ കൾച്ചറല്ല, അവരുടെ ഭക്ഷണമല്ല, ഒന്നും അല്ലെങ്കിൽ പോലും ഒരുപാട് ത്യാഗങ്ങളൊക്കെ സ്നേഹത്തോടുകൂടെ സഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ അവർ ഈ കാണുന്ന രീതിയിലൊക്കെ ആക്കി തീർത്ത് ഞങ്ങളെയൊക്കെ അതിനുവേണ്ടി രൂപപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ദൈവവിളികളൊക്കെ കിട്ടി. ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ പല ഭാഗങ്ങളിലായിട്ട്, ഇപ്പോൾ ഫിലിപ്പീൻസിൽ, ഇന്തോനേഷ്യയിൽ, ഇറ്റലിയിൽ, റോമിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്, കേരളത്തിലാണെങ്കിലും ഉണ്ട്, കർണാടകയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വിവിധ കമ്മ്യൂണിറ്റികളിൽ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആതുര ശുശ്രൂഷ രംഗത്താണ് കൂടുതലും ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇടവകയോട് ചേർന്നുകൊണ്ട് ഇടവകയിലെ കാര്യങ്ങളും ഹൗസ് വിസിറ്റിങ്, അടുത്തുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ശുശ്രൂഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞങ്ങളുടെ ഈ സമൂഹത്തോട് ചേർന്ന് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വൃദ്ധമന്ദിരമുണ്ട്. ആലപ്പുഴയിൽ ഞങ്ങൾക്കൊരു വൃദ്ധമന്ദിരമുണ്ട്. ട്രിവാൻഡ്രത്ത് മെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു വൃദ്ധമന്ദിരമുണ്ട്. അത് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയോട് ചേർന്നുകൊണ്ടുള്ളതാണ്. കർണാടകയിലുണ്ട്. പിന്നെ ഇറ്റലിയിൽ പല സ്ഥലങ്ങളിലായിട്ട് വൃദ്ധമന്ദിരങ്ങളും അങ്ങനെ രോഗികളെ ശുശ്രൂഷിച്ച് മെയിനായിട്ട് പോകുന്നു. പിന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നു, ചാപ്പൽ ഡ്യൂട്ടി ചെയ്യുന്നു. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ സിസ്റ്റേഴ്സ് നേഴ്സായിട്ട് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനും 10-15 വർഷം ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി. ഇപ്പം ഓൾഡ് ഏജ് ഹോമിൽ ഇൻചാർജായിട്ടൊരു 3 വർഷം, അതിനുശേഷം ഇപ്പോൾ ഈ ഹൗസിൻ്റെ സുപ്പീരിയറായിട്ടും ജോലി ചെയ്യുന്നു. സിസ്റ്ററെ, ഇപ്പോൾ സിസ്റ്റർ പറയുകയുണ്ടേ, അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ സിസ്റ്റർ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് വൃദ്ധമന്ദിരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുന്ന ഏതൊരു ഏരിയയിലും നിങ്ങളുടെ ഒരു കയ്യൊപ്പുണ്ട്. അപ്പോൾ ഈ നേഴ്സിങ്ങിൻ്റെ ആരംഭത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു സഭയുടെ പ്രാധാന്യം അത്രയും ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതെ, അതിൽ ഒരു അഭിമാനമുണ്ട് ഞങ്ങളുടെ കോൺഗ്രിഗേഷന്. കാരണം 750 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ ഫ്ലോറൻസിൽ ആദ്യമായിട്ട് ആ നൈറ്റിംഗേലിൻ്റെ സമയത്ത് തന്നെ ഞങ്ങളുടെ സഭ സ്ഥാപക ഈ ഒരു ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരികയാണ്. അപ്പം നേഴ്സിങ്ങിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സാന്ത മരിയാനോ ഹോസ്പിറ്റലിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് ഞങ്ങളുടെ മദറിൻ്റെ പ്രയത്നമാണ്. അന്ന് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് അവർ ചെന്ന് രോഗികളെയൊക്കെ ശുശ്രൂഷിച്ചിരുന്നത്. അന്ന് ഇന്ന് കാണുന്നത് പോലെയുള്ള ലൈറ്റും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണ വിളക്കും കത്തിച്ചു പിടിച്ച് ഓരോ രോഗികളുടെ അടുത്തും പോയി അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. രാത്രികാലങ്ങളിലായാലും പകലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ, ത്യാഗങ്ങളിലൂടെയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ശരിക്കും ഒരു അഭിമാനം ഈ ആതുര ശുശ്രൂഷ രംഗത്ത് അല്ലെങ്കിൽ നേഴ്സിംഗ് ഫീൽഡ് ഞങ്ങൾക്ക് ഉണ്ട്. കാരണം അന്ന് അത്രയും 750 വർഷങ്ങൾക്ക് മുമ്പ് നൈറ്റിംഗേളിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചൊരു കോൺഗ്രിഗേഷൻ ആണല്ലോ എന്നുള്ള ഒരഭിമാനം. അതുപോലെ ഇറ്റാലിയൻ ഗവൺമെൻറ് ഒക്കെ ആണെങ്കിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നതിലുള്ള ആ ഒരു പ്രാതിനിധ്യം, അതിനോടുള്ള കടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് രോഗികൾക്ക് സഹായമായിട്ടുണ്ട്. ഇന്നും ആ ഹോസ്പിറ്റൽ അവിടെ നിലനിന്ന് പോകുന്നതും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് അവിടെ അഭയം, രക്ഷ, അവർക്ക് ശുശ്രൂഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നഴ്സിംഗിന്റെ ആരംഭം ഈ സഭയുടെ ഒരു പാട്ടായിരുന്നു എന്നുള്ളത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഞെട്ടലായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ആളുടെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ, ഞങ്ങൾക്ക് ഏതാനും സിസ്റ്റേഴ്സിനെ കൂടെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഒരു സിസ്റ്ററിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ, അനുഭവത്തെക്കുറിച്ച് പറയാൻ സിസ്റ്ററിൻ്റെ പാരൻസും പങ്കുചേരുന്നതായിരിക്കും. കാരണം അവരുടെ കുടുംബം എന്ന് പറയുന്നത് 3 പെൺമക്കളാണ്. 3 പേരെയും ആ മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് 2 പേര് കന്യാസ്ത്രീകളായി. ഒരു സിസ്റ്റർ അഗസ്റ്റീനിയൻ സഭയിലും ഒരു സിസ്റ്റർ ഞങ്ങളുടെ സഭയിലും. ഇനി ഒരു മോള് ഓക്കാം കോൺഗ്രിഗേഷനിലോട്ട് വിട്ടിട്ടുണ്ട്. കാൻഡിഡേറ്റ് ആണ് ഈ വർഷം. നല്ല വിശ്വാസമുള്ള ഒരു ക്രൈസ്തവ കുടുംബം. അവർ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒത്തിരി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഒത്തിരി ടാലൻറ്റഡ് ആണ്. എന്താണ് പറയുക, മ്യൂസിക് പരമായിട്ടാണെങ്കിലും നൃത്തം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റർ. ഇനിയൊരു സിസ്റ്റർ കൂടി നിങ്ങളോട് കൂടെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവിളിയെക്കുറിച്ച് പറയാനും സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷക്കാലത്തുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട്. സിസ്റ്റർ എവലിൻ എന്നാണ് പേര്. സിസ്റ്ററും ഒരുപാട് ടാലൻറ്റഡ് ആണ്. ഈ പറയുന്നത് നല്ലൊരു ഗായകയാണ്, നല്ലൊരു നർത്തകിയാണ്.
സിസ്റ്ററിൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കാനായിട്ട് പങ്കുചേരുന്നതായിരിക്കും. തീർച്ചയായും സിസ്റ്റർ നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. വളരെ നന്ദി. ഒരുപാട് സന്തോഷം സിസ്റ്ററിനെ കാണാൻ പറ്റിയില്ലല്ലോ. താങ്ക് യു. ഈശ്വം ശേഖരിക്കട്ടെ. മദർ സിസ്റ്ററിനെ പറ്റി അത്യാവശ്യം പറഞ്ഞിരുന്നു. പിന്നെ മാതാപിതാക്കളെ ഞങ്ങളോട് ഇന്ന് ജോയിൻ ചെയ്യുന്നു പറഞ്ഞിരുന്നു. സിസ്റ്ററേയും പാരൻസിനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങളുടെ വീട് കുമ്പളങ്ങിയിലാണ്. ഞങ്ങളുടെ ഇടവക ഹോളി മേരീസ് ചർച്ച് അഴിക്കകം. ഇതെൻ്റെ അപ്പച്ചനാണ്. അപ്പച്ചൻ തോമസ് പോൾ പനക്കൽ. ഇതെൻ്റെ അമ്മച്ചി മോളി തോമസ്. ഞങ്ങളുടെ ഒരു കൊച്ചു വീടാണ്. ഇതിൽ അപ്പച്ചൻ, അമ്മച്ചി, എനിക്ക് 2 സഹോദരിമാർ കൂടിയുണ്ട്. മൂത്താള് സിസ്റ്ററാണ്. ചേച്ചി അഗസ്റ്റീനിയൻസ് ആണ് സഭ. അനിയത്തി പരിശീലന കാലയളവിലാണ്. അവളുടെ വിളി സ്വീകരിച്ച് ഇപ്പോൾ ഓക്കാം സഭയിൽ പരിശീലന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അപ്പച്ചൻ കുറച്ച് നാൾക്ക് മുമ്പാണ് ക്യാൻസർ എന്ന രോഗം ഞങ്ങൾ അറിയുന്നത്. പക്ഷേ ആളെ കിട്ടൂല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ഈശോ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അപ്പച്ചനിങ്ങനെ ഇപ്പം കാണുന്ന അപ്പനായിരുന്നില്ല. കുറച്ച് നാൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കണ്ടിരുന്നു. ഒരുപാട് സഹനങ്ങളിലൂടെ സങ്കടമായിരുന്നു. പക്ഷേ എങ്കിലും അപ്പച്ചൻ കുറേയൊക്കെ റിക്കവറായി. ഈശോ ഒരുപാട് പിടിച്ചു നിർത്തുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴേ അറിയാം. 3 പേരും 2 പേരും ഓൾറെഡി സിസ്റ്റേഴ്സായി, സിസ്റ്റർ ഉൾപ്പെടെ. ഇനി ഇളയാളാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അനിയത്തി ആഗ്നസ്. അപ്പോൾ ഞാൻ പപ്പയോട് ഒരു ചോദിച്ചോട്ടെ. അപ്പോൾ ഇപ്പോൾ 2 പേര് സിസ്റ്റേഴ്സായി, ഒരാളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു ദൈവവിളി അല്ലെങ്കിൽ ഇങ്ങനെ 3 പേരും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ പപ്പയുടെ ഒരു അനുഭവം എന്തായിരുന്നു? ദൈവവിളിയിലേക്ക് ഇവർ പോകുന്നത് കുടുംബത്തിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ പോയപ്പോൾ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ വിട്ടു പോവുകയാണല്ലോ എന്നുള്ളൊരു എങ്ങനെ. അപ്പോൾ ഇവരോടും പറഞ്ഞ് പഠിച്ചിട്ടൊക്കെ പോയാൽ മതി. മൂത്താൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പോയി. അയാൾ ചെറുപ്പം മുതലേ ഇങ്ങനെ സിസ്റ്റർ ആവുമെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം അയാളുടെ ജീവിത രീതിയൊക്കെ അങ്ങനെയായിരുന്നു. അതായത് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും പൊട്ടോടില്ല, കണ്ണെഴുതൂല, പൗഡർ ഇടൂല, അങ്ങനെ ഒരുക്കങ്ങളൊന്നുമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രാർത്ഥന ചെല്ലുന്ന കാര്യത്തിലാണെങ്കിലും പള്ളിയിൽ പോകുമ്പോഴൊക്കെ വളരെ ഭക്തിയോടുകൂടിയൊക്കെ തന്നെയായിരുന്നു ചെറുപ്പകാലങ്ങളിൽ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയാം ഇവള് ദൈവവിളിയുള്ള ഒരു കൊച്ചാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ കൂട്ടിപ്പോയി. പിന്നെ ഇത് 2ാമത്തെ മകള് ഹെൽഗ. ഇയാൾ എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ചേച്ചിനേലും നേരെ ഒരു മറിച്ചായിരുന്നു ഇയാളുടെ ഒരു കിടന്നത്. എല്ലാവരും അങ്ങനെ ആയിരുന്നുള്ളൂ. ആൾ ഇത്തിരി നല്ല സ്മാർട്ടായിട്ടൊക്കെ നല്ല ശരിക്കും ഒരുങ്ങി ഒക്കെ പോവുള്ളൂ. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ക്യാമ്പിന് പോയി അല്ലേ. ക്യാമ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ആ ഒരു രീതി സ്റ്റൈലൊക്കെ അങ്ങോട്ട് മാറി. ഒരു ദിവസം ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞു, അബ്സ ഞാനിങ്ങനെ പോകാൻ പോണാണ്. ഞാൻ പറഞ്ഞു, മോളെ ചേച്ചി പോയത് പോയി കിട്ടും. മോളെ ഒരു കാര്യം ചെയ്യും, പഠിച്ചിട്ട് നമുക്ക് +2 കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു 2 വർഷം കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. പക്ഷേ ആൾ സമ്മതിച്ചില്ല. ഞാൻ പഠിത്തമൊക്കെ ഞാൻ അവിടെ പോയിട്ട് പഠിച്ചേക്കാം. പിന്നെ നിർബന്ധിക്കാനൊന്നും നിന്നില്ല. കാരണം അവർ തിരഞ്ഞെടുത്ത വഴിയാണ്. ഇപ്പം മൂത്താളും അത് തന്നെ.
നമ്മൾ പറഞ്ഞു വിട്ടതോ അങ്ങനെയൊന്നുമില്ല. അവർ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ്. അങ്ങനെ രണ്ടുപേരും സഭാവസ്ത്രം സ്വീകരിച്ച്. പിന്നെയും മൂന്നാമത്തെ ആൾ പിന്നെ ആഗ്നസ് ഹെൽഗ. മൂത്തത് ഹെലൻ, ഇത് ഹെൽഗ, ഇളയത് ഹെലന, ആഗ്നസ് ഹെലന. അപ്പോൾ അയാളും ഈ ഇളയാളും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ അപ്പച്ച എനിക്ക് ചേച്ചിമാർ പോയ പോലെ ഞാനും പോകാൻ പണിയാണ് എനിക്ക്. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പം വീട്ടിലും ആരുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആൾ നിന്ന് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിച്ചിങ്ങനെ പോകണം. അത് തന്നെ തീരുമാനം. ഞാൻ ഡിഗ്രി കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഒരു 2-3 കൊല്ലം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞ് അത് വേണ്ട, പഠിത്തമൊക്കെ ഞാൻ അവിടെ പോയിട്ട് പഠിച്ചേക്കാം, എന്നെ വിടെന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധിച്ചെന്നല്ല, ദൈവവിളി ഉണ്ടെങ്കിൽ അതനുസരിച്ച് വന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് നമുക്ക്. അതിൽ മോശം കാര്യങ്ങളൊന്നും അല്ല, ദൈവവിളിക്ക് വേണ്ടിയിട്ട് പോയേക്കണല്ലേ. അങ്ങനെ സമ്മതിച്ചു. ഇപ്പോൾ അതിന് പോയിട്ടുണ്ട്. അത് ഒരുങ്ങി പിന്നെ സന്യാസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ളതാണ്. ഇത് നമ്മളാരല്ലോ ഇത് തീരുമാനിക്കുന്നത്. അപ്പച്ചൻ പറഞ്ഞതൊരു വലിയൊരു കാര്യമാണ്. അതായത് നമ്മളല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇനി സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, സിസ്റ്ററെ അപ്പച്ചൻ അത്യാവശ്യം സെറ്റപ്പായിട്ട് തന്നെ മോളെ പറ്റി വർണ്ണിച്ചു കഴിഞ്ഞു. അപ്പോൾ സിസ്റ്ററിൻ്റെ നേരെ മൂത്തയാൾ മടത്തി പോയി. അപ്പോൾ രണ്ടാമത്, അതായത് അപ്പച്ചൻ പറഞ്ഞു സിസ്റ്റർ അത്യാവശ്യം സ്മാർട്ടായിട്ട് ആക്റ്റീവായിട്ട് നടന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു ഡീവിയേഷൻ ഒരു ക്യാമ്പ് കൊണ്ട് എങ്ങനെ സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ടായി? ഒരു ക്യാമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു തുടക്കമായിരുന്നു. അതൊരു തുടക്കത്തിന് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീവിതത്തിന് ആരംഭം കുറിക്കുന്നത് ഈ ഒരു ക്യാമ്പിലൂടെ തന്നെയാണ്. പക്ഷേ ചെറുപ്പം തുടങ്ങിയിട്ട് അപ്പച്ചനും അമ്മച്ചയും എപ്പോഴും പള്ളിയിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കുർബാന സ്വീകരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അർത്ഥമൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനെ അവിടെ കുർബാന ആ സമയത്ത് അച്ഛൻ ഈശോയെ എടുത്ത് ഉയർത്തുന്ന സമയമുണ്ട്. ആ ടൈമിൽ ഓർക്കും മനുഷ്യന് ഇത് പറ്റുമോ ഈശോയെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും ഓർക്കും. ഒരു ദിവസം ഞാൻ ഓർക്കാണ്, ഒരു കുഞ്ഞായിരുന്ന സമയത്ത് അപ്പച്ചൻ്റെ തോളിലിരുന്ന് അപ്പച്ചൻ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പോണ സമയത്ത് അപ്പന് കൊടുത്ത് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാ അപ്പച്ച അപ്പച്ചന് കിട്ടി എനിക്ക് എന്താ കിട്ടാത്തെന്ന് ചോദിച്ചാൽ, അത് സമയമാകുമ്പോൾ കിട്ടും എന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴോ ഈശോയോട് തോന്നിയിരുന്നു. അപ്പോൾ അത് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈഫിൽ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന കാലത്തിലാണെങ്കിലും എപ്പോഴോ എവിടെയൊക്കെയോ എന്തോ ഒന്ന് മിസ്സായ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 10th എന്നോട് സിസ്റ്ററാണ് കാറ്റഗിസം പഠിപ്പിച്ചത്. അപ്പോൾ ഈ എന്താണെന്ന് അറിഞ്ഞൂടാ, എൻ്റെ സൈഡിൽ മാത്രം ഈശോയെ കൊണ്ടുവരുമ്പോൾ എപ്പോഴും വലിയ അവസ്ഥ കിട്ടും ഇങ്ങനെ. അപ്പം ഞാനവർക്ക് എപ്പോഴും നോക്കാൻ തുടങ്ങിയത് ആ ഒരു ടൈം തുടങ്ങിയാണ്. അപ്പോൾ ക്യാമ്പിന് വന്ന് വിളിച്ചപ്പോൾ ക്യാമ്പിന് വന്നു, ഇഷ്ടപ്പെട്ടു, മനസ്സിലുണ്ട്, പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് സപ്പോർട്ടാണ്, പക്ഷേ മാക്സിമം ലോകത്തിൻ്റെ ആ ഒരു രീതിയിൽ അടിച്ചുപൊളി ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഒരു ധ്യാനം കൂടി എന്തു പറയും, ഈ ലൈഫ് വേണോ അതെങ്കിൽ എവിടെ ആയിരുന്നാലും ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്താൽ പോരെ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ജീസസ് യൂത്ത് ഉണ്ട്, അങ്ങനെ പോവാം. അപ്പുറത്താണെങ്കിലും ഉണ്ട്. പക്ഷേ ഈ ഒരു കുപ്പായത്തോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അച്ഛന്മാരുടെ കുപ്പായാണെങ്കിൽ സിസ്റ്റേഴ്സാണ്, അതൊരു വേറെ ലെവലായിട്ട് തോന്നാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥനയൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കൂല, എന്നാലും ഈശോൻ്റെ അടുത്ത് ചുമ്മാ വെറുതെ എഴുന്നേറ്റ് പോണ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അപ്പനോടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം ഞാൻ കൂട്ടുകാരനപ്പോൾ എന്നോടോ എനിക്കൊരു കാര്യം പറയാണ്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. തീരുമാനിക്ക് എന്ന് പറഞ്ഞു, പഠിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വെച്ചു ശരി എന്ന് പറഞ്ഞു. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു മാറ്റം കണ്ടപ്പോൾ ചോദിച്ചു, നിന്റെ ഇഷ്ടം അപ്പനും അമ്മയും ഒരിക്കലും എതിരല്ല കേട്ടോ. അപ്പച്ചനും അമ്മച്ചി എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിലും അമ്മച്ചി ഇങ്ങനെ നടിയിൽ വന്നിട്ട് ഈശോനെ തിരി കത്തിച്ച് വെച്ച് മാതാവുണ്ടോ, ഒരിക്കലും ആ തിരിയാണെന്ന് കണ്ടിട്ടില്ല വീട്ടിൽ. അപ്പം അമ്മ എപ്പോഴും കൊണ്ടുപോയി ഇങ്ങനെ ജമാലോ ഇങ്ങനെ പ്രാർത്ഥിക്കണൊക്കെ കാണാറുണ്ട്. അപ്പോഴും ചില സമയത്ത് കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മ ഓർക്കും നിനക്കൊക്കെ പറ്റുമടി മഠത്തിലൊക്കെ അപ്പോൾ അമ്മച്ചി സപ്പോർട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലൈഫിലോട്ട് കയറി കഴിഞ്ഞപ്പോഴും
ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങി. ഈശോ എന്താണ്, കുർബാന എന്താണ്, സിസ്റ്റേഴ്സ് എന്താണ്, കമ്മ്യൂണിറ്റി ലൈഫ് എന്താണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ കൊച്ചു കൊച്ചു സാധനങ്ങൾ വന്നാലും നോ പ്രോബ്ലം, ഈശോൻ്റെ സക്രാരിൻ്റെ മുമ്പ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെറ്റായിക്കോളും. കാരണം അങ്ങനെ ആയിപ്പോയി. എന്താണ് നല്ല നല്ല വൈബുണ്ട് ഇതിലേക്കിപ്പോൾ. സിസ്റ്റർ ഈ കോൺഗ്രിഗേഷൻ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ഇത് എൻ്റെ ആൻറ്റി ഇവിടെ ഉണ്ട്, സിസ്റ്റർ ജസീന്ത. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ആൻറ്റി ഇപ്പോൾ ഇവിടുത്തെ കാരിസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ രോഗി ശുശ്രൂഷ അങ്ങനെ ഇഷ്ടപ്പെട്ടു. ശരിക്കും മനസ്സുകൊണ്ട് വിചാരിക്കാത്തതിനും അപ്പുറം ചില കാര്യങ്ങൾ ഈശോ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അമ്മച്ചിമാരുടെ അടുത്ത് പോകുമ്പോഴാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ലൈഫിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്തതും ഈശോ ഉള്ളിൽ കണ്ട സ്വപ്നം പോലെ ഈശോ ഇങ്ങനെ കവർന്നെടുത്തിട്ട് അതെങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അമ്മച്ചിയുടെ ഒരു കാര്യം, ഇതിപ്പോൾ ഒന്നല്ല 2 പേര് സിസ്റ്റേഴ്സായി, 3ാമത്തെ ആൾ പഠിക്കുന്നു. തീർച്ചയായും ഒരു പ്രാർത്ഥന എന്തായാലും നിങ്ങളുടെ ഫാമിലിയിലുണ്ട്. എന്നാൽ അമ്മച്ചിയുടെ സ്പെഷ്യലായിട്ട് അമ്മച്ചി ഇവര് ഇങ്ങനെ ഒരു ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ദൈവവിളി കിട്ടാനായിട്ട്? തീർച്ചയായിട്ടും 3 മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആദ്യം ഒരു കുട്ടിയായിരുന്നു, ആ മൂത്ത മോള് എൻ്റെ ആത്മീയതയിൽ വളരണേ എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ടായുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴും ആ കുഞ്ഞിനെയും ദൈവത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് ആത്മീയതയിൽ വളരണേ. 3ാമത്തെ കുഞ്ഞിനെ ജനിച്ചപ്പോഴും ഞാൻ ആഗ്രഹിച്ച് 3 മക്കളെയും ആത്മീയതയിൽ വളർത്തണേ ഈശോയെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് 2 മക്കളും ദൈവികാരത്തിനായിട്ട് ഇറങ്ങി. 3ാമത്തെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നടക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ മുന്നോട്ട് നീങ്ങും. അമ്മച്ചി, അപ്പോൾ തീർച്ചയായും ഒരു നല്ല ഫെയ്ത്ത് അല്ലെങ്കിൽ നല്ലൊരു ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം. അമ്മച്ചിക്ക് ഇതെങ്ങനെയാണ്, ഇതെവിടുന്ന് എങ്ങനെ? എൻ്റെ ചേച്ചി സിസ്റ്ററാണ്. ശരി. പിന്നെ എൻ്റെ ആങ്ങളയുടെ മോളും സിസ്റ്ററാണ്. എൻ്റെ അമ്മച്ചി ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് തുടങ്ങി എൻ്റെ അമ്മച്ചി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ചെറുപ്പം മുതലേ ഞാനും ഇരുന്ന് പ്രാർത്ഥിക്കും അമ്മ. പിന്നെ നമ്മൾ ഒരു ജീവിതത്തിലേക്ക് വലുതായി കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ ഞാനും അത് എൻ്റെ മക്കളെ അരികിലിരുത്തി പഠിപ്പിച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ഞാൻ നിരന്തരം പ്രാർത്ഥനയായിരുന്നു. ചേട്ടനും വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾക്കൊരു 3 മക്കളും ആത്മീയതയിൽ വളരണേ ഈശോയെ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. വേറെ ഒന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ടില്ല. എംസി, ഇപ്പോൾ 3 മക്കൾ ഇതുപോലെ ഈശോയുടെ പുറകെ ഇങ്ങനെ പോയപ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് ആരുമില്ല, കൂടെ ആരുമില്ല എന്നുള്ളൊരു സങ്കടം എപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എനിക്കങ്ങനെ തോന്നുന്നില്ല. ഉള്ളിൽ ഇച്ചിരി ബുദ്ധിമുട്ട് വരുമെങ്കിലും അത് സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിൽ വന്നതാണ്. സന്തോഷം കൊണ്ടേ. സത്യം പറഞ്ഞാൽ നമുക്കൊരു ധൈര്യമുണ്ട്. ഇപ്പോൾ 3 മക്കളും മറ്റുള്ള വഴിയിലല്ല പോയിരിക്കുന്ന ഒരു ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞ കുഞ്ഞുങ്ങളെ 2 പേരും ഇപ്പോൾ പോയേക്കണത്. ഒരാൾ ഇളയാൾ പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാര്യം ഞങ്ങൾ ഉറപ്പില്ല. എന്താന്നാ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 5 വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ 2 പിള്ളേർ ഓൾറെഡി ഉടുപ്പിട്ട് കഴിഞ്ഞ്. ഹെലൻ മരിയായും ഹെൽഗ തോമസും ഓൾറെഡി ഉടുപ്പിട്ട് കഴിഞ്ഞു. ഹെൽഗ തോമസ് ആഗ്നസ് കന്യയുടെ കാര്യം പിന്നീടുള്ള കാര്യമാണ്. അത് ഈശോൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. സങ്കടം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മക്കൾ പോയി കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും നമ്മൾ വീട്ടിലുണ്ടാവും. എന്നാലും ഇച്ചിരി ധൈര്യമുണ്ട്. എന്ത് വന്നാലും ഈശോൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോഴും മുമ്പോട്ട് പോണത്. ഇപ്പോൾ ഈ 3 മക്കളും ദൈവവിളിക്ക് വേണ്ടി പോയിരിക്കുക. അപ്പോൾ അമ്മച്ചി ഇപ്പോൾ പറഞ്ഞൊരു സംഗതിയുണ്ട്, ഒരു വല്ലാത്തൊരു ധൈര്യം ഉള്ളിൽ നിറയുന്നുണ്ടെന്നുള്ളത്. ഈ ഒരു ധൈര്യം എത്രത്തോളം, അതായത് ഇപ്പം അപ്പച്ചൻ്റെ രോഗാവസ്ഥ അറിയാം, അതായത് ബാക്കിയുള്ളവരെ പൊതുവെ ഒന്ന് പേടിക്കുന്ന ഒരു അസുഖമാണ്. പക്ഷെ അമ്മച്ചി എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിച്ചത്? ദൈവം ഒന്നറിയാതെ ഒന്നും ചെയ്യില്ല, ആ ഒരു വിശ്വാസം എനിക്ക് ഉണ്ട്. പിന്നെ എൻ്റെ മൂത്ത മോള് ഹെലൻ മരിയ എല്ലാത്തിനും എനിക്ക് ധൈര്യം തന്നു. അമ്മ ദൈവം ഒന്നറിയാതെ ഒന്നും ചെയ്യില്ല. അമ്മയുടെ മക്കൾ ദൈവത്തിനോട് കൂടി ഒട്ടി നിൽക്കണേണ്. പ്രാർത്ഥനയുടെ ശക്തിയുണ്ട്. അപ്പച്ചന് സുഖം പ്രാപിക്കും. ഹെൽഗയുടെ ഉടുപ്പ് മാറ്റ പരിപാടി അപ്പച്ചന് കാണാൻ പറ്റും, അപ്പച്ചൻ നിന്ന് ചെയ്യുകയും ചെയ്യുമെന്ന് എൻ്റെ മോളെന്നോട് പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച്. ആ ഒരു ധൈര്യം ഞാൻ ഈശോനോട് എപ്പോഴും പ്രാർത്ഥിക്കും. കുർബാന പൊക്കുന്ന സമയത്തും ഇതേ ചോദ്യമുള്ളൂ, ഈശോയെ
ഹെൽഗ തോമസിൻ്റെ എല്ലാ പരിപാടിയിലും അപ്പച്ചന് പങ്കെടുക്കാനുള്ള ഭാഗ്യം അവിടെ നിന്ന് ലഭിക്കണമേ, വേദനകളെല്ലാം താങ്ങാനുള്ള ശക്തിയും കൊടുത്തേക്കണേ എന്ന് മാത്രം പ്രാർത്ഥിക്കണം. പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഈ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ലൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ദൈവം ഈശോ തന്നിരിക്കുന്നത്. വളരെ സന്തോഷം. കാരണം ഇത്രയും മക്കള് ദൈവവേലിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ അവരെ ധൈര്യപൂർവ്വം ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അപ്പച്ചൻ, പ്രാർത്ഥന കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുന്ന അമ്മച്ചി, തിരിച്ച് അമ്മച്ചി അപ്പച്ചനും തളർന്നു പോകുമ്പോൾ അവരെ വീണ്ടും ഞങ്ങളില്ലെങ്കിൽ ദൈവമുണ്ട് കൂടെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന മക്കള്, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് കേൾക്കാൻ പറ്റിയത്. വളരെയധികം നന്ദി. താങ്ക് യു. ഇപ്പോൾ നമ്മളോടുകൂടെ ദൈവവിളി അനുഭവം പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്നത് സിസ്റ്റർ എവ്ലിൻ ആണ്. സിസ്റ്റർ ഒരു പാട്ടുകാരിയാണ്, മറു പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സിസ്റ്ററോട് തന്നെ ചോദിക്കാം. സിസ്റ്റർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് സിസ്റ്റർ എവ്ലിൻ. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ആലപ്പുഴ ചെത്തി എന്ന ഗ്രാമപ്രദേശത്തു നിന്നാണ്. അവിടെ എനിക്ക് അപ്പച്ചൻ, അമ്മച്ചി, എനിക്ക് 2 അനുജത്തിമാരാണുള്ളത്. ഒരാൾ കല്യാണം കഴിഞ്ഞു, ഒരാൾ ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സിസ്റ്റർ ഇപ്പോൾ ഈ ദൈവവിളി സ്വീകരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാനിപ്പോൾ ഈ ജീവിതത്തിലായിരുന്നിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. ശരി. അപ്പോൾ സിസ്റ്ററിൻ്റെ ആ ഒരു ദൈവവിളി അനുഭവം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് വരാൻ സാധിച്ചതെന്നൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് കുഞ്ഞിലെ തന്നെ സിസ്റ്റർ ആണെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കോൺവെൻറ്റ്, CTC കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സുമായിട്ട് ഇങ്ങനെ കുറച്ച് കമ്പനിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ തിരുബാലസഖ്യത്തിൽ എന്ന് പറഞ്ഞ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴിയാണ് സിസ്റ്റർ ആകണം എന്നുള്ളൊരു ആഗ്രഹം എന്നിൽ ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. പിന്നെ മുതിർന്നു വന്നപ്പോഴത്തേക്ക് ആഗ്രഹമൊക്കെ കെട്ടടങ്ങി. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 സിസ്റ്റേഴ്സ് ഒക്കേഷൻ ക്യാമ്പ് ക്ഷണിക്കാനായിട്ട് ഞങ്ങളുടെ കാറ്റഗിസം ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്റേഴ്സുമായിട്ട് പരിചയപ്പെട്ട് അവർ നമ്പരൊക്കെ എഴുതി വാങ്ങി. അങ്ങനെ അവർ ക്ഷണിച്ചത് പ്രകാരം ഞാൻ ഈ കോൺവെൻറ്റിൽ ഒക്കേഷൻ ക്യാമ്പിന് പങ്കെടുക്കാനായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കിവിടെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് എന്നും പറഞ്ഞ് അവർ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ സിസ്റ്റേഴ്സ് അമ്മച്ചിമാരെ കുഞ്ഞിക്കുട്ടികളെ നോക്കണ പോലെ അവർ കുളിപ്പിക്കുന്നു, ഡ്രസ്സ് ധരിപ്പിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ കണ്ടപ്പോഴത്തേക്കോ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമല്ലേ. അപ്പോൾ ആ ഒരു ആഗ്രഹം അതൊരു തീരുമാനമായിട്ട് മാറുകയാണ്. അങ്ങനെ എനിക്കൊരു സിസ്റ്ററായി തീരണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് അങ്ങനെ ഞാൻ സിസ്റ്റർ ആകാനായിട്ട് തീരുമാനമെടുത്ത് അങ്ങനെ കോൺവെൻറ്റിൽ പ്രവേശിക്കുന്നു. സിസ്റ്ററെ, 8 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര യാത്രയല്ല. അപ്പോൾ ഈ 8 വർഷത്തിനുള്ളിൽ സിസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ആദർ ശുശ്രൂഷ, സേവനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇന്ന് സിസ്റ്ററിൻ്റെ ആ സന്യാസ യാത്രയൊന്ന് നോക്കുമ്പോൾ സിസ്റ്ററിന് ഒറ്റ വാക്കിൽ സിസ്റ്ററിന് എന്താ പറയാൻ പറ്റുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് തോന്നുന്നത്. 8 വർഷം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിതയായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഞങ്ങളുടെ ഫൗണ്ടേഴ്സിൻ്റെ മോണത്തേസ എന്ന് പറയുന്ന ഒരു വിധവ ഞങ്ങളുടെ ഫൗണ്ടേഴ്സിൻ്റെ ആപ്തവാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം 36-ാം വാക്യമായിരുന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചെന്ന്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും അമ്മച്ചിമാരിൽ ഈശോനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുന്ന കുറച്ചനേക സിസ്റ്റേഴ്സിനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സന്തോഷം, അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേക ഒരു ആനന്ദമുണ്ട്. ഈശോനെ ആണല്ല ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഈശോയ്ക്ക് വേണ്ടിയാണല്ല ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് കഴിക്കുന്ന ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് തന്നെ അത് മനസ്സിലാക്കണം. ഒത്തിരി സന്തോഷമാണ് ഈ 8 വർഷക്കാലം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോനെ അമ്മച്ചിമാരിൽ അല്ലെങ്കിൽ രോഗികൾ ഈശോനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുവാനായിട്ട് ഈ ഒരു 8 വർഷക്കാലം സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞാൻ അതിൽ ആനന്ദിക്കണേണ്. എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി സമർപ്പിക്കണേ. അപ്പോൾ സിസ്റ്റർ ഒരു പാട്ടുകാരിയാണ്. തീർച്ചയായും സിസ്റ്റർ ഒരു ചെറിയ ഒരു പാട്ട് ഒന്ന് പാടാൻ. എനിക്ക് എൻ്റെ പ്രഥമ വാഗ്ദാനത്തിൻ്റെ താങ്ക്സ് ഗിവിംഗ് ആയിട്ടുള്ളൊരു പാട്ടാണ് ദൈവം തന്നതല്ലാതൊന്നും. അത് ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് 2 വരി. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തുതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും
നന്ദിയെ